ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്നുള്ളത് സൈക്കോളജിയിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ മാത്രം ഉൾപ്പെടുത്തിയ ഒരു ചെറിയൊരു വീഡിയോ ആണ്. ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം എന്നുള്ളത് ഭാഷയെ ഭാഷിക ചേഷ്ട എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് എന്നുള്ളതാണ്. ഇതിനകത്ത് കുറേ 4 ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. പിയാഷെയാണോ, ബ്രൂണറാണോ, സ്കിന്നറാണോ, വൈഗോട്സ്കി ആണോ? ഭാഷയെ ഭാഷിക ചേഷ്ട എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പം ഭാഷയെ ഭാഷിക ചേഷ്ട ആക്കിയത് സ്കിന്നറാണ്. അപ്പോൾ സെക്കൻഡ് ചോദ്യം പറയുന്നത് പഠന പുരോഗതിക്ക് വേണ്ടി നിരന്തരം നിർവഹിക്കുന്നതും പഠന പ്രവർത്തനത്തോട് ഇഴചേർന്ന് നിൽക്കുന്നതുമായ മൂല്യനിർണ്ണയ പ്രക്രിയ ഏതാണ് എന്നുള്ളതാണ്. പഠന പുരോഗതിക്ക് വേണ്ടിയിട്ട് നിരന്തരം നിർവഹിക്കുന്നതും പഠന പ്രവർത്തനത്തോട് ഇഴചേർന്ന് നിൽക്കുന്നതുമായ മൂല്യനിർണ്ണയ പ്രക്രിയ ഏതാണെന്നുള്ളതാണ്. ഇതിനകത്ത് ഓപ്ഷൻ കൊടുത്തത് പഠനത്തെ വിലയിരുത്തൽ, അതുപോലെ പഠനത്തിനായുള്ള വിലയിരുത്തൽ തന്നെ പഠനം, ആത്യന്തിക മൂല്യനിർണ്ണയം, ഇവയൊക്കെയാണ്. ഇതിൻ്റെ ആൻസറായി പറയുന്നത് ഓപ്ഷൻ ബി, പഠനത്തിനായുള്ള വിലയിരുത്തൽ. അടുത്ത മൂന്നാമത്തെ ചോദ്യം, ഭാഷയിലെ അർത്ഥപൂർണമായ ഏറ്റവും ചെറിയ ഘടകം ഏത് എന്നുള്ളതാണ്. ഒരു ഭാഷയിൽ, അപ്പോൾ ആ ഭാഷയിലെ അർത്ഥപൂർണമായ ഏറ്റവും ചെറിയ ഘടകം ഏതാണ്? അത് ഓപ്ഷൻ എ അർത്ഥം, ഓപ്ഷൻ ബി വാക്യഘടന, ഓപ്ഷൻ സി രൂപിമം, ഓപ്ഷൻ ഡി സ്വനിമം. ഈ 4 ഓപ്ഷൻ്റെ അകത്ത് ഉത്തരം പറയുന്നത് ഓപ്ഷൻ സി രൂപിമം ആണ്. രൂപിമം. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചിന്തോദ്ദീപകമല്ലാത്ത ചോദ്യം ഏത് എന്നാണ്. അല്ലാത്ത ചോദ്യം. അതിൽ കൊടുത്തിരിക്കുന്ന ഒന്നാമത്തത്, കുട്ടികളിലെ തെറ്റായ ശീലങ്ങൾ ഉണ്ടാക്കുന്ന ഉത്തരവാദികൾ ആരെല്ലാം? എഴുത്തച്ഛനെ ഭാഷാപിതാവെന്ന് വിശേഷിപ്പിക്കുന്ന എന്തുകൊണ്ട്? ചേഷ്ടാവാദത്തിനെതിരായ വിമർശനങ്ങളുടെ സാധുത എന്ത്? ജ്ഞാനനിർമ്മിതിവാദത്തിൻ്റെ സ്രഷ്ടാവ് ആരാണ് എന്നൊക്കെയാണ്. ഉത്തരം ഓപ്ഷൻ എ ആണ്. കുട്ടികളിൽ തെറ്റായ ശീലങ്ങൾ ഉണ്ടാക്കുന്നതിന് ഉത്തരവാദികൾ ആരെല്ലാം എന്നുള്ളതാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചിന്തോദ്ദീപകമല്ലാത്ത ചോദ്യമാണ്. കുട്ടികളിലെ തെറ്റായ ശീലമുണ്ടാക്കുന്ന ഉത്തരവാദികൾ ആരെല്ലാമാണ് എന്നുള്ളത്. ടീച്ചിങ് മാനുവലിൻ്റെ പ്രക്രിയാ പേജിലെ അധ്യാപികയുടെ രേഖപ്പെടുത്തലുമായി ബന്ധമില്ലാത്തത് എന്ത്? കുട്ടിയുടെ പ്രതികരണമാണോ, സാമഗ്രികളുടെ ഉപയോഗമാണോ, വിശകലന ചോദ്യമാണോ, പ്രധാന പ്രവർത്തന ഘട്ടങ്ങൾ എന്നാണോ? അപ്പോൾ ടീച്ചിങ് മാനുവലിൻ്റെ പ്രക്രിയാ പേജിൽ അധ്യാപികയുടെ രേഖപ്പെടുത്തലുമായി ബന്ധമില്ലാത്തതാണ്. കുട്ടിയുടെ പ്രതികരണങ്ങൾ. ഈ പരസ്പരം ബന്ധപ്പെട്ട വസ്തുതകളും ആശയങ്ങളും പൊതുവിജ്ഞാനത്തിൻ്റെ ഭാഗമാണ്. ഇത് ഏതുതരം ഓർമ്മയാണ്? അത് സെമാൻറ്റിക് എന്നാണ് പറയുന്നത്. പരസ്പരം ബന്ധപ്പെട്ട വസ്തുക്കളും ആശയങ്ങളും പൊതുവിജ്ഞാനത്തിൻ്റെ ഭാഗമാണ് ഈ ഓർമ്മ എന്ന് പറയുന്നത്, സെമാൻറ്റിക്. അപ്പോൾ പ്രൈമറി ക്ലാസ്സിലെ പോർട്ട്ഫോളിയോ വിലയിരുത്തുന്നതിനുള്ള സൂചകങ്ങളിൽ അപ്രധാനമായത് എന്താണെന്നുള്ള ചോദ്യമാണ്. ആശയ വ്യക്തതയാണോ, ധാരണയുടെ സ്വാംശീകരണം, അനുയോജ്യമായ രൂപകൽപ്പന, താളാത്മകമായ അവതരണം? പ്രൈമറി ക്ലാസ്സിലെ പോർട്ട്ഫോളിയോ വിലയിരുത്തുന്നതിനുള്ള സൂചകങ്ങളിൽ അപ്രധാനമായത് എന്ന് പറയുന്നത് താളാത്മകമായ അവതരണത്തിന് ആണ്. കാഴ്ചക്കുറവുള്ള കുട്ടികൾക്കായി വായനാ കാർഡുകൾ തയ്യാറാക്കുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഓപ്ഷനായി കൊടുത്തത് വെളുത്ത കട്ടിയുള്ള കടലാസിൽ തയ്യാറാക്കണം, കാർഡുകൾ അച്ചടിച്ച് നൽകണം, നല്ല വലുപ്പത്തിലുള്ള അക്ഷരങ്ങളായിരിക്കണം, എല്ലാ കുട്ടികൾക്കും കാർഡ് നൽകണം, ഇവയൊക്കെയാണ്. ഇതിൻ്റെ അകത്ത് ഓപ്ഷൻ സി ആണ് ഉത്തരം. നല്ല വലുപ്പത്തിലുള്ള അക്ഷരങ്ങളായിരിക്കണം എന്നാണ്. കാഴ്ചക്കുറവുള്ള കുട്ടികൾക്കായി വായനാ കാർഡുകൾ തയ്യാറാക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടതാണ് നല്ല വലുപ്പത്തിലുള്ള അക്ഷരങ്ങളായിരിക്കണം എന്നുള്ളത്. പഠന നേട്ടങ്ങളുടെ സവിശേഷതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ് എന്നുള്ളതാണ്. അപ്പം ഇതിനകത്ത് ഓപ്ഷൻ കൊടുക്കുന്നത് കുട്ടി നേടണമെന്ന് അധ്യാപിക ആഗ്രഹിക്കുന്ന ബോധനോദ്ദേശങ്ങളാണ്. പഠനഫലമായി കുട്ടിയിലുണ്ടാകേണ്ട ധാരണകളുടെ ആകെത്തുകയാണ്. നിരീക്ഷണ വിധേയവും അളക്കാൻ കഴിയുന്നതുമാണ്. മൂല്യനിർണ്ണയത്തിന് പരിഗണിക്കേണ്ട പഠന വസ്തുക്കളാണ്. ഇത് പറയുന്ന ഉത്തരം പഠനഫലമായി കുട്ടിയിലുണ്ടാകേണ്ട ധാരണകളുടെ ആകെത്തുകയാണ്. പഠന നേട്ടങ്ങളുടെ സവിശേഷതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് പഠനഫലമായി കുട്ടിയിൽ ഉണ്ടാകേണ്ട ധാരണകളുടെ ആകെത്തുകയാണ് എന്നുള്ളതാണ്. താഴെ പറയുന്നവയിൽ വായനയുടെ ഏറ്റവും ഉയർന്ന തലം എന്ത് എന്നുള്ളതാണ്.
വായിച്ച ഭാഗത്തിന് തൻ്റേതായ വ്യാഖ്യാനങ്ങൾ കൊടുക്കുക, ആശയതലങ്ങൾ സൃഷ്ടിക്കുക മുതലായവയാണ്. താഴെ പറയുന്നവയിൽ വായനയുടെ ഏറ്റവും ഉയർന്ന തലം ഏത് എന്നുള്ളതാണ്. അപ്പോൾ ഓപ്ഷൻ പറയുന്നത് വായിച്ച ഭാഗത്തെ ആശയം കണ്ടെത്തൽ, ഭാഷയുടെ ഭംഗി കണ്ടെത്തൽ, വായിച്ച ഭാഗത്തിന് തൻ്റേതായ വ്യാഖ്യാനം ഉണ്ടാക്കൽ, വായിച്ചതിൻ്റെ കുറിപ്പ് തയ്യാറാക്കൽ ഇവയാണ്. ഇപ്പോൾ ഓപ്ഷൻ സി ആണ് ഉത്തരം. വായിച്ച ഭാഗത്തിന് തൻ്റേതായ വ്യാഖ്യാനങ്ങൾ അല്ലെങ്കിൽ ആശയതലങ്ങൾ സൃഷ്ടിക്കുക.